ചെങ്ങായിമാരങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ സുലൈമാക്ക് പറഞ്ഞു നമ്മൾ ഫാറൂഖ് ഭായിനെ ടൗണിക്ക് കൊണ്ടാക്കാണ്ടിട്ട് 5:30 മറക്കല്ല ടൊമറിട്ട് ഒന്നും നോക്കില്ല 5:30 വണ്ടിയാണ് സ്റ്റാർട്ടാക്കി നമ്മളെ ഫാറൂഖ് ഭായിനെ കയറ്റി നേരെ വീടാട്ട ടൗണിക്ക് പോണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറൂഖ് ഭായി 4 വർഷങ്ങൾക്ക് ശേഷം നാട്ടിക്ക് പോകാനുള്ള പരിപാടിയാട്ട ചെങ്ങായിമാർ. എത്ര ദിവസം നിന്നിട്ടും നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടിയും നാട്ടിക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സന്തോഷം പ്രവാസികൾക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ. അതേപോലെ വീട്ടുകാർക്കും അതേപോലെ വർഷങ്ങൾക്ക് ശേഷം കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഫീലിംഗ്. അത് നാട്ടിൽ നിന്ന് മാറുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആട്ടെ ചെങ്ങന്മാരെ. പിന്നെ നമ്മൾ ഏത് സ്ഥലത്ത് നിൽക്കുകയാണോ ആ സ്ഥലത്തൊന്ന് പുലർച്ചക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടി കേട്ടോ. ഒറ്റപ്പാടും ബഹളമൊന്നും ഇല്ലാതെ സൂര്യൻ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് വരുന്ന കാഴ്ച ഉണ്ടല്ലോ വേറെ ലെവലാണ്. ഇതൊക്കെ ആസ്വദിച്ച് നടക്കുന്ന ഇടയിലാണ് ഫാറൂഖ് ഭായി പറഞ്ഞു കുറച്ച് പഴം വാങ്ങണം കേട്ടോ. ഫ്രൂട്ട്സ് കട കണ്ടാ നിർത്തിക്കാളെ. നമ്മളെന്താ കാര്യം ടൗണിനുള്ളിലുള്ള മാർക്കറ്റിനുള്ളിൽ കണ്ട് കയറേണ്ട ശേഷം 1 കിലോ പഴമാണ് വാങ്ങിയത്. എന്നാൽ രാവിലത്തെ ഫുഡ് കഴിച്ച് പോവല്ലേ എന്ന് പറഞ്ഞ പാട് നേരെ ഹോട്ടലിൽ കണ്ട് വിട്ട് നല്ല പൊറാട്ടും കടലക്കറി അന്തസിയത്താ കഥ അതിന്റെ സുലൈമാക്ക് അവിടെ സപ്ലൈ ചെയ്യാണ് വല്ലാത്ത ജാതി. നമ്മൾ പിന്നെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ പൊറാട്ടയും കടലക്കറി എന്ന് പറഞ്ഞപ്പോഴാണ് സുലൈമാക്ക് എനിക്ക് വെള്ളപ്പും കടലക്കറി മതി, മറ്റാൾക്ക് ചായ മതി. കുറെ നേരം വണ്ടിയിൽ ഇരിക്കാനുള്ളല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടൈം നോക്കിയപ്പോൾ 6:30 കഴിഞ്ഞിങ്ങനെ ചെങ്ങൈമ്പറ നേരെ വിട്ട് നമ്മൾ മുറബ ലുലിന്റെ ബാക്ക് കിട്ടും. അവിടെ എയർപോർട്ടിൽ പോണ ബസ് അവിടെ ഉള്ളതിന് ട്രാവൽസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെങ്ങോട് പറഞ്ഞിരിക്കാൻ എനിക്ക് 7 മണിക്ക് മദ്രസ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് മൂപ്പഴാണ്ട് ഇറക്കിയതിന്റെ ശേഷം സലാനൊക്കെ പറഞ്ഞ് സുലൈമാക്കിന്റെ ഒരു കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വിട്ടിട്ട് നമ്മള് വീട്ടിക്ക് പോയപ്പോഴാണ് മദ്രസൊക്കെ ഉള്ള പരിപാടി ഒക്കെ. ഐലക്സ് അവിടെ സൈഡാക്കി മറ്റേ വണ്ടി സ്റ്റാർട്ടാക്കി തന്നെ ഓർമ്മയുള്ളൂ. നേരെ വിട്ട് മദ്രസക്ക് ഇട്ട മദ്രസ പോയി വന്നതിന്റെ ശേഷം ഒറ്റക്ക് എടുത്ത ഒരു ഉറക്കം കഴിഞ്ഞതിന്റെ ശേഷം മാമ വിളിക്കണം നമുക്ക് ടെക്സൈസിൽ പോകാണ്ട് ഇട്ടാ. ടെക്സൈസിൽ പോയതിന്റെ ശേഷമാണ് കമ്പനിക്കാരത്തിന് വീട്ടിൽ പോകാണ്ട്. അവിടെ പോയപ്പോൾ മൂസക്കായി അവിടെ ഇരിക്കണം വല്ലാത്ത ജാതി. അതിന്റെ ഇടയിലാണ് പെട്രോളിന് വില കൂടിക്കണം എന്ന് പറഞ്ഞപ്പോ ബാബാന്റെ വണ്ടിയിൽ പെട്രോൾ കമ്മിയാണ്. നേരെ വിട്ട് പെട്രോളൊക്കെ അടിച്ച് വീട്ടിൽ എത്തിയപ്പോഴാണ് ബാബ പള്ളിയിൽ പോവല്ലോ ഉമ്രട്ടേ ഇങ്ങോട്ട് വന്നൂട്. അത് കേൾക്കാൻ കാത്തിക്കാണ് ബാബാനും കയറ്റി നേരെ വിട്ടിട്ട് പള്ളിയിൽ പോയി മൂസക്കായി അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് റൂമൊക്കെ എത്തി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് മദ്രസ പോവാൻ ടൈം ആയിട്ടുള്ളത്. അങ്ങനെ നേരെ വിട്ട് മദ്രസയിൽ പോയി വന്നതിന്റെ ശേഷം നമ്മൾ റൂമൊക്കെ കയറി ഒറ്റക്ക് എടുത്താട്ടോ. അങ്ങനെ 4 മണിക്ക് എന്താ കേൾക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ സാക്രിബായി നല്ലൊരു ഫുഡ് ഉണ്ട് കഴിച്ചു നോക്കുന്നത്. ഹൈദരാബാദ് ഫുഡ് എന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മഗ്‌രിബിക്ക് കണ്ടിട്ട് ബാബ വിളിക്കുന്നത് പള്ളിയിൽ പോവല്ലേ. ഞാൻ ബാബാനും കയറ്റി നേരെ വിട്ട് പള്ളിക്കൊക്കെ ഇട്ട ചെങ്ങന്മാർ. അത് കഴിഞ്ഞപ്പോഴാണ് പണിക്കാരത്തിനായിട്ട് ബാങ്കിൽ പോവാണ്ട്. അങ്ങനെ അവളെ പൈസ കിട്ടിയതിന് ശേഷം വന്നപ്പോഴാണ് സുലൈമാക്കാരന് നമുക്ക് പച്ചക്കറി വാങ്ങാൻ പോവല്ലേ. സുലൈമാക്കാരന് ഗേറ്റിന്റെ ശേഷം നേരെ വിട്ടിട്ട് പച്ചക്കറി കടയിൽ പോയപ്പോ അൻസാറുണ്ട് ചെങ്ങായി, അതേപോലെ മറ്റു കുഞ്ഞാവട്ടി ഉണ്ട് കേട്ടാ. അങ്ങനെ അവരിട്ട് പറയലും സാധനത്തെക്കലും കൂടെ ജഗ പുക സംഭവം ബില്ലടിക്കൽ കഴിഞ്ഞ പാട് നമ്മളൊരു ഓറഞ്ച് നിന്നതിന്റെ ശേഷം നമ്മൾ സാധനം ഫില്ലാക്കിയതിന് ശേഷം നേരെ വിട്ടിട്ട് ജമിയെ പോയ പാട് നമ്മൾ അർബാൻ എടുത്തന്നെ കണക്ക് അപ്പൊക്ക് ഫില്ലാക്കി ബില്ല് അടിച്ച് നേരെ പുറത്തേക്ക് അപ്പൊക്ക് സഫീറിനൊരു വിളി ചാറ് റെഡി ആയിട്ടുണ്ട് ഇട്ട് അത് വാങ്ങി കൊണ്ടേക്കാട്ടോ മുരട്ടിയേന്ന്. അതും വാങ്ങിയ ശേഷം നേരെ വീട്ടിലേക്ക് പോയി. അപ്പത്തുള്ള വീഡിയോ അടുത്ത മണിക്കാത്തുക. ഓക്കെ ബൈ.